വട്ടിയൂർക്കാവിലെ വികസന പ്രവർത്തനങ്ങളെല്ലാം വി കെ പ്രശാന്ത് നടത്തിയത് കേന്ദ്ര ഫണ്ടിലാണെന്ന് ശ്രീലേഖ അമ്മച്ചിയുടെ ഒരൊറ്റ തള്ള്. അതിനെ സംബന്ധിച്ച് MLA ആയിട്ടുള്ള പ്രശാന്തിനോട് നേരിട്ടൊരു ചോദ്യം വന്നു. മറുപടി കേട്ടെ. ഇവിടെ ഉന്നയിച്ചത് ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ പ്രളയകാലത്തടക്കം കേന്ദ്ര സർക്കാർ നൽകിയ പണം ഉപയോഗിച്ച് താങ്കൾ വട്ടിയൂർക്കാവിൽ പ്രവർത്തനങ്ങൾ നടത്തി, എന്നിട്ട് അത് സോഷ്യൽ മീഡിയയിലൂടെ ബ്രോ എന്ന പേരിലേക്ക് അറിയപ്പെട്ടു എന്നുള്ളതാണ്. അല്ല, കേന്ദ്ര സർക്കാർ ₹1 നൽകിയിട്ടുണ്ടെങ്കിൽ ഞാൻ സ്ഥാനാർത്ഥിത്വം മതിയാക്കി വിട്ടുപോയി. കേട്ടല്ലോ, അതാണ് ഹീറോയിസം. ചെയ്ത പ്രവർത്തനങ്ങൾ മുഴുവൻ കിഫ്ബി ഫണ്ടിൽപ്പെടുത്തി സർക്കാർ ചെയ്ത വികസന പ്രവർത്തനങ്ങളാണ് വട്ടിയൂർക്കാവിൽ കാണുന്നത്. എന്ത് ഉളുപ്പില്ലാതെ ഇതെല്ലാം ഞങ്ങളുടേതാണ്, കേന്ദ്രത്തിൻ്റെതാണ്. ഏത് കേന്ദ്രത്തിന്റെ? 10 പൈസ കേരളത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് തരാതെയും സകലമാന ഫണ്ടുകളും തടഞ്ഞു വെച്ച് കേരളത്തെ ബുദ്ധിമുട്ടിക്കാൻ ശ്രമിക്കുമ്പോൾ കിഫ്ബി വഴിയുള്ള ഫണ്ടാണ് കേരളത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനങ്ങളിൽ ഈ കുതിപ്പുണ്ടാക്കിയത്. അപ്പോ ഉളുപ്പില്ലാതെ നാട് നീളെ നടന്ന് ചെയ്യാത്ത കാര്യത്തിനും മുടക്കാത്ത പണത്തിന് പോലും ഓസിന് ക്രെഡിറ്റ് അടിക്കാൻ നടക്കുകയാണ്. അങ്ങനെ എന്തെങ്കിലും നേട്ടമുണ്ടാക്കാമെന്നാണ് ശ്രീലേഖ കരുതിയത്. പക്ഷേ മറുപടി ക്ലാസിക് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അതായത് അങ്ങനെ കേന്ദ്രത്തിന്റെ ₹1 ഉണ്ടെന്ന് തെളിയിച്ചാൽ സ്ഥാനാർത്ഥിത്വം ഉപേക്ഷിച്ച് പോകാമെന്നും. അതാണ് സ്ഥാനാർത്ഥിയുടെ കോൺഫിഡൻസ്. ഇതും തീർന്നില്ല. മണ്ഡലത്തിൽ യുവജനങ്ങൾ ഒന്നടങ്കം വി കെ പ്രശാന്തിന് വേണ്ടി പ്രചരണ രംഗത്തുണ്ട്. ഇത് കണ്ടിട്ട് സഹിക്കുന്നില്ല. അടുത്ത ദിവസങ്ങളിലെല്ലാം MLA കേന്ദ്രീകരിച്ച് പൊടുന്നനെ പല വിവാദങ്ങളും കേരളത്തിലെ മഞ്ഞ ഓൺലൈൻ ചാനലുകൾ, അതായത് മറുനാടൻ മഞ്ഞ, കർമ്മ തുടങ്ങി സംഘപരിവാറിന്റെ പൃഷ്ഠം താങ്ങി നടക്കുന്ന ചാനലുകളിലൂടെ പുറത്തേക്ക് വരുന്നത്. അതിനപ്പുറത്തേക്ക് വി കെ പ്രശാന്ത് എന്ന വ്യക്തി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എന്താണെന്ന് ആ നാട്ടിലെ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്, ചെറുപ്പങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തോടൊപ്പം അവരും പ്രചരണ രംഗത്തേക്ക് ഇറങ്ങിയത്. അതിനെ സംബന്ധിച്ചുള്ള ചോദ്യത്തിനും പ്രശാന്ത് പറഞ്ഞ മറുപടി ഗംഭീരമാണ്. ബ്രോ എന്ന പേരിലാണ് ആദ്യം അറിയപ്പെട്ടത്. മേയർ ബ്രോ ആയിരുന്നു, പിന്നീട് അത് MLA മാറി, ഇപ്പോൾ VKP എന്ന് പറയുന്ന പേരിലേക്ക് ചുരുക്കിയിരിക്കുകയാണ്. ഈ യുവജനങ്ങൾ നൽകുന്ന ഈ സ്നേഹം അതെങ്ങനെയാണ് ശരിക്കും വന്നത്? കഴിഞ്ഞ ദിവസം ശ്രീലേഖ തുടക്കം മുതൽ തന്നെ ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ശ്രീലേഖ നിങ്ങളെ വ്യക്തിപരമായി ആക്രമിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയി. പക്ഷെ ഒരു ഘട്ടത്തിലും വി കെ പ്രശാന്തിന്റെ ഭാഗത്ത് നിന്ന് ആ തലത്തിലേക്ക് മാറാതെ രാഷ്ട്രീയമായി എപ്പോഴും നിലകൊണ്ട ഒരു വ്യക്തിയാണ്. എങ്ങനെയാണ് യുവജനങ്ങളെ ഈ കയ്യിലെടുക്കുന്നത്? അല്ല, തീർച്ചയായിട്ടും ഞങ്ങളുടെ പ്രവർത്തനം കൊണ്ട് അവരെല്ലാം കൂടെ ചേരുന്നതാണ്. അപ്പോൾ ആ ഒരു മുന്നേറ്റത്തെ മേയറായിരുന്ന സമയത്ത്, പ്രളയ സമയത്ത് നമ്മൾ കണ്ടതാണ്. ഈ നാട്ടിലെ ചെറുപ്പക്കാരും വിദ്യാർത്ഥികളും എല്ലാം നമ്മൾ നല്ലത് ചെയ്താൽ അവരെല്ലാം ഒരുമിച്ച് വരും. അപ്പോൾ ഇനി വിദ്യാർത്ഥികളും പെൺകുട്ടികളും സ്കൂൾ കുട്ടികളടക്കം ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ഭാഗമായി മാറും. സൈക്കിൾ ചവിട്ടുന്ന ആളുകൾ, അതുപോലെ തന്നെ വയോധികരായിട്ടുള്ള സീനിയർ സിറ്റിസൺ ആയിട്ടുള്ള ആളുകൾ, അവരെല്ലാം ഈ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് വരും. അപ്പോൾ ഇനി കുറച്ചുകൂടി പ്രവർത്തനം കാണാനിരിക്കുകയാണ്.